ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിൽ കയറണം എന്നുള്ളത്. ഫേസ്ബുക്കിലെ ഡയറക്ടേഴ്സിന് മെസ്സേജ് അയച്ചത് എനിക്ക് ആദ്യമായിട്ട് റിപ്ലൈ തന്നത് അൽഫോൻസ് പുത്രനാണ്. പടം കാണുമ്പോൾ നമുക്കിപ്പോൾ ദുൽഖറിന്റെ എൻട്രിക്ക് മുമ്പുള്ള ഒരു ഡയലോഗ് പറയുന്നതും സാമാണ്. ഞാനിപ്പോൾ നാട്ടിൽ ഒരു പ്രാവശ്യം കൂടി ലോക കണ്ടായിരുന്നു. അപ്പോൾ കണ്ടിറങ്ങുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്ന ആളാണെന്നുള്ളത്. നല്ല ഫീലിംഗാണ്. കളിയങ്കാട്ട് നീലിനെ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളൊരു സാധനമാണ് ആദ്യം പറഞ്ഞത്. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. മനസ്സിലായി. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടൊരു ആക്ടറാണ്. അപ്പോൾ പുള്ളി എൻ്റെ വീടിൻ്റെ അടുത്താണ് ആക്ച്വലി താമസിച്ചിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഈ 12th ഫീൽഡിൽ മീറ്റ്സ് ആക്ടറല്ലേ എന്ന് വന്നിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. ചന്തു സൈഡിലിരിക്കുമ്പോൾ നമുക്ക് സലീം കുമാർ ചേട്ടൻ സൈഡിലിരിക്കുന്ന പോലെ അങ്ങനെ തോന്നും. കല്യാണി ഫൈറ്റ് സീൻസ് വളരെ ഈസി ആയിട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. പിന്നീട് ദുൽഖർ വിളിക്കുക അങ്ങനെ മെസ്സേജ് അയച്ചത് ആണോ? എൻ്റെ ഒരു സ്റ്റോറി ഷെയർ ചെയ്തിരുന്നു. നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് വെച്ചത്. ചെറുപ്പം തൊട്ട് ടെണ്ടുൽക്കറെ പോലെ ആവാനായിരുന്നു ആഗ്രഹം. ഫസ്റ്റ് അഭിനയിക്കുന്നത് ടേക്ക് ഓഫിലാണ്. തലവര ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് കണ്ടത് ആക്ച്വലി. അപ്പോൾ തലവര കണ്ടപ്പോഴാണ് എത്ര ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ആ ഷോട്ടിൽ പുള്ളി ഓപ്പോസിറ്റ് നിൽക്കുകയാണ്. പുള്ളി ഡയറക്ടറുമാണ്, പുള്ളി ആക്ടറുമാണ്. അപ്പോൾ ഞാനിങ്ങനെ പതുക്കെ തലോടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളി ഇങ്ങനെ അടിക്കുന്നു പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അടുപ്പിച്ചാണ്. അപ്പോൾ ഒരു പടയുന്ന ഒരു അടി പുള്ളിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അറിയില്ലായിരുന്നു അങ്ങനെ നോട്ടിസ്ഡ് ആവുമെന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. വിധു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളൊരു സാധനമായിരുന്നു അതിനകത്ത് മെയിൻ. അവർ ആ ഒരു ഫോക്കസ് ആ ഒരു കണ്ടന്റിലോട്ട് മാറുന്ന ഒരു കാലം വരുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ബോളിവുഡ് തീർച്ചയായിട്ടും തിരിച്ചു വരും. ഫിലിം സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ, പ്രത്യേകിച്ചും പൂനെയിലൊക്കെ പോയി പഠിക്കുമ്പോൾ, നിങ്ങൾ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹത്തിൽ നിന്ന് വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ പോയത്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും അവിടെ പോയി എൻ്റെ പോയത്. ലോക സിനിമയിലെ കത്തനാറിന്റെ കഥാപാത്രം എല്ലാവർക്കും അറിയാം. ആ കത്തനാറിന്റെ കഥാപാത്രത്തിന്റെ പിന്നീടുള്ള കാണിക്കുന്ന കൊച്ചുമകനായിട്ട് കാണിക്കുന്ന സാം മോഹനാണ് ഇന്ന് റിപ്പോർട്ടർ ലൈവിനൊപ്പം ചേരുന്നത്. നമസ്കാരം സാം. നമസ്കാരം. എന്ത് തോന്നുന്നു? ഇപ്പോൾ ലോക ഇറങ്ങി ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട്. ലൈക്ക് ബോളിവുഡിലാണ് ഒരുപാട് അഭിനയിച്ചെങ്കിലും ഇപ്പോൾ മലയാളത്തിൽ ഈ ലോകയിലൂടെ ആൾക്കാരുടെ മനസ്സിലൂടെ ഇടം നേടിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പോൾ നാട്ടിലാണെങ്കിലും ഞാനിപ്പോൾ നാട്ടിൽ ഒരു പ്രാവശ്യം കൂടി ലോക കണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടിറങ്ങുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്ന ആളാണെന്നുള്ളത്. അപ്പോൾ അതൊരു നല്ല ഫീലിംഗാണ്. എങ്ങനെയാണ് ലോകയിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ്? കാസ്റ്റിംഗ് ഡയറക്ടർ വിവേക്, പുള്ളിയാണ് എന്നെ വിളിച്ചത്. പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. ഇങ്ങനെ ഒരു പടം വർക്കിങ്ങിലുണ്ടെന്നും അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഡൊമിനിക് അരുൺ, എനിക്ക് തോന്നുന്നു വിവേകായിട്ട് ഞാൻ ഇന്റർവ്യൂ എടുത്തിരുന്നു. അപ്പോൾ അതിനകത്ത് പറയുകയുണ്ടായി, സാമിന്റെ ക്യാരക്ടർ കണ്ടിട്ട് ഡയറക്ടർ ഡൊമിനിക്കാണ് ഈ റോൾ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്യണം, കുറച്ചുകൂടി ഇത് ചെയ്യണം എന്ന് തോന്നിയത്. അപ്പോൾ ചെറിയ റോൾ പ്രതീക്ഷയാണ് വന്നത് അതോ? എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ റോളാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ ഉണ്ടായിരുന്നു. അതായത് ഒരു 2-3 പാർട്ട് ഇതിനുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത പാർട്ടിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ ഡൊമിനിക് ആ സമയത്ത് എന്തൊക്കെയോ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അടുത്ത പാർട്ടിലേക്ക് എന്തൊക്കെയോ ആലോചിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ഇത് പറഞ്ഞായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ക്യാരക്ടറിലോട്ട് എത്തുന്നത്? എങ്ങനെയാണ് ലൈക്ക് ഈ ജോണി എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുമ്പോൾ എന്താണ് ഇവർ ബ്രീഫ് ചെയ്യുന്നത്? ലൈക്ക് ഈ കത്തനാറിന്റെ ബ്രീഫ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ശാന്തിയും ഡൊമിനിക്കും കൂടിയാണ് ബ്രീഫ് തന്നത്. ഫസ്റ്റ് ബ്രീഫ് തന്നത് ഈ കഥേനെ പറ്റിയാണ്. അതായത് ഇങ്ങനെ ഒരു കളിയങ്കാട്ട് നീലിനെ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളൊരു സാധനമാണ് ആദ്യം പറഞ്ഞത്. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. അത് കഴിഞ്ഞിട്ടാണ് എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഒരു സ്പേസിൽ കുറച്ച് സൂപ്പർ ഹീറോസ് ഒക്കെ വന്ന് അസംബിൾ ചെയ്യുന്ന ഒരു അവരുടെ ഒരു സേഫ് സ്പേസിൽ ഒരു ആളാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഈ കത്തനാരുടെ സംഭവം പിന്നെയാണ് പറയുന്നത്. കത്തനാരുടെ ഒരു ഡിസെൻഡന്റ് ഒരു കണക്ഷൻ പറയുന്നത് പിന്നീടാണല്ലേ? ആദ്യത്തെ ബ്രീഫിൽ പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെയാണ് പടം കാണുമ്പോൾ നമുക്കിപ്പോ ദുൽഖറിന്റെ എൻട്രിക്ക് മുമ്പുള്ള ഒരു ഡയലോഗ് പറയുന്നതും സാമാണ്. അത് ആക്ച്വലി എന്തായിരുന്നു പ്രിപ്പയർഡ്? ലൈക്ക് ദുൽഖർ ഇങ്ങനെ സിനിമയിൽ ഉണ്ടെന്നുള്ള ഇതൊക്കെ അറിയായിരുന്നു? ഒന്നും അറിയില്ലായിരുന്നു. നമ്മളോട് ഒരു സീക്രസി വെച്ചിട്ടാണ് ഈ ഒരു പടത്തിന്റെ ഷൂട്ട് പോയിരിക്കുന്നത്. റിവീൽ ചെയ്യുന്നത് അപ്പോൾ എന്നോട് ആ ഷൂട്ടിന്റെ ഷോട്ടിന് തൊട്ട് മുമ്പാണ് പറഞ്ഞത്. അതോ ആദ്യത്തെ ഒരു റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പോയിരിക്കുന്നത്. ഇതിനകത്ത് പിന്നെ ചെയ്തതൊക്കെ ഡൊമിനിക് അപ്പോൾ വന്ന് പറഞ്ഞു തരുന്ന ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ടോട്ടൽ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇവരോട്, ഈ ടീമിനോട് വർക്ക് ചെയ്ത്? ഡൊമിനിക് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. എനിക്ക് തോന്നുന്നു ബോംബെയിലെ എൻ്റെ എക്സ്പീരിയൻസ് കുറച്ചും കൂടി ഒരു കോർപ്പറേറ്റ് പ്രൊഫഷണൽ സെറ്റപ്പാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കുറച്ചും കൂടി എല്ലാവരും കൂടി മിങ്കിൾ ചെയ്തിട്ട് കാഷ്വൽ ആയിട്ട് ഇപ്പോൾ മോണിറ്ററിന്റെ അടുത്ത് എല്ലാവരും ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ നമുക്കും കാണാം. അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു. അപ്പോൾ ആ ഒരു കംഫർട്ട് ഉണ്ടായിരുന്നു. ഈ മലയാള സിനിമയിലേക്ക് ഇതിനു മുമ്പ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. തലവരയിലും ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ബോളിവുഡിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. 12th ഫെയിൽ, റോക്കട്രി, അങ്ങനെ പറയുന്ന ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഈ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിട്ട് നേരെ ലൈക്ക് നിങ്ങൾ ബോളിവുഡിലോട്ട് തന്നെ നേരെ പോയിരുന്നതോ അല്ല വേറെ മലയാള സിനിമകളിലോട്ടൊന്നും? മലയാള സിനിമ എന്ന് പറഞ്ഞിട്ടാണ് തന്നെയാണ് വന്നത്. അന്ന് ബോളിവുഡിൽ പോകാനുള്ളൊരു എന്താ പറയുക, ഒരു ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് അവിടെ എന്തെങ്കിലും സ്പേസ് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഞാൻ നേരെ നാട്ടിലോട്ട് വന്നത്.
മഹേഷ് നാരായണന്റെ മഹേഷ് ഏട്ടൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, ടേക്ക് ഓഫിലാണ്. അതിലാണ് ആദ്യത്തെ ചാൻസ് എനിക്ക് പുള്ളിയാണ് തരുന്നത്. മലയാളത്തിൽ ഫസ്റ്റ് അഭിനയിക്കുന്ന ടേക്ക് ഓഫ് ആണ്. ഫസ്റ്റ് അഭിനയിക്കുന്നത് ടേക്ക് ഓഫിലാണ് മൊത്തം. അത് കഴിഞ്ഞ് ഒരു ഹിന്ദി വെബ് സീരീസിന്റെ ഒരു കാസ്റ്റിംഗ് കോളിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയായിരുന്നു. അങ്ങനെയാണ് ബോംബെയിലോട്ട് ആദ്യമായിട്ട് പോകുന്നത്. അത് കബീർ ഖാൻ സാറിന്റെ വെബ് സീരീസ്, ആമസോൺ പ്രൈമിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ബോംബെ ആദ്യമായിട്ട് ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് അങ്ങനെയാണ്. പിന്നെ അവിടെ കുറച്ചും കൂടിയൊക്കെ എന്താ പറയുക, പെട്ടെന്ന് വർക്ക് വരാൻ തുടങ്ങി. അവിടെ ആഡ്സ് ആയാലും വെബ് സീരീസ് ഒക്കെ ആയാലും. പിന്നെ തമിഴ് പറയാൻ അറിയാം എന്നുള്ളൊരു പ്ലസ് പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വർക്ക് അവിടെ സ്ഥിരം കിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ അങ്ങോട്ട് ഷിഫ്റ്റ് ആയതാണ്. ഈ റോക്കട്രിയിൽ ഒരു പ്രത്യേക ഒരു പർട്ടിക്കുലർ സീനുണ്ട്, മാധവനായിട്ട് സംസാരിക്കുന്ന ഒരു സീൻ. അതിൽ 3 ലാംഗ്വേജും സാം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിലെല്ലാ ആക്ടേഴ്സും 3 ലാംഗ്വേജ് ചെയ്തു. ഒരു ഷോട്ട് തന്നെ 3 ലാംഗ്വേജിൽ എടുക്കുമായിരുന്നു. അതെങ്ങനെയുണ്ട്? ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിറ്ററൽ ട്രാൻസ്ലേഷൻ ആയി പോകും ചിലപ്പോൾ. നമ്മൾ ഒരു ലാംഗ്വേജ് പറഞ്ഞിട്ട് അടുത്ത ലാംഗ്വേജിലോട്ട് പറയുമ്പോൾ എഴുതി വെച്ചേക്കുന്ന ലൈൻ ആയിരിക്കില്ല ചിലപ്പോൾ വരും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആ സ്വിച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് എല്ലാ ആക്ടേഴ്സിനും അങ്ങനെയായിരുന്നു. പക്ഷെ അത് നന്നായിട്ട് ചെയ്തെന്ന് തോന്നുന്നു. ഈ ഒരു കരിയർ ജേർണിനെ എങ്ങനെ നോക്കി കാണുന്നത്? ഇപ്പോൾ അവിടെ പഠിച്ചു, ഇപ്പോൾ മലയാളം, ഇപ്പോൾ ലോകയിലേക്ക് എത്തി, ഇനിയും ഒരുപാട് ചാൻസുകൾ കിട്ടും. ഇപ്പൊ എങ്ങനെ ഒരു കരിയർ ജേർണി എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു? ഞാനങ്ങനെ ജേർണി ആയിട്ട് ഞാൻ നോക്കാറില്ല. ഓരോ മൊമെന്റ് എൻജോയ് ചെയ്യുക എന്നുള്ളൊരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജേർണിയൊക്കെ ആദ്യമാണ് നോക്കാറുള്ളത്. അതൊരു കോവിഡ് ടൈമിൽ അതൊക്കെ നിർത്തി. പിന്നെ നമ്മൾ ഓരോ മൊമെന്റും എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇതൊരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഇനി എക്സൈറ്റിംഗ് ആണ് പുതിയ പ്രോജക്ട്സ് വരുന്നതും പുതിയ കാര്യങ്ങൾ വരുന്നതും ഒക്കെ. പിന്നെ നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഈ ആക്ടിങ്ങിലോട്ട് എങ്ങനെയാണ്? ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണോ? അല്ല, ചെറുപ്പം തൊട്ട് ടെണ്ടുൽക്കറെ പോലെ ആവാനായിരുന്നു ക്രിക്കറ്റ്. അതെ. പക്ഷേ എനിക്ക് തോന്നുന്നു, ഞാനിവിടെ തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അവിടെ അതൊരു ചെറിയൊരു കോളേജാണ്. അപ്പൊ അവിടെ ആർട്സിനും കാര്യങ്ങൾക്കൊക്കെ മൈമൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രാമ ചെയ്തിട്ടുണ്ട് കുസാറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫെസ്റ്റിവലിനൊക്കെ. അങ്ങനെയാണ് തുടക്കം. അത് കഴിഞ്ഞിട്ട് ഹൈദരാബാദ് ഈ എഞ്ചിനീയറിംഗിന്റെ എന്താ പറയുക ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയിട്ട് പോയായിരുന്നു. അവിടെ വർക്ക് ചെയ്തു. അതെ. ആ വർക്ക് ചെയ്യണ സമയത്ത് അവിടെ ഒരു എന്താ പറയാ, ആ വർക്ക് എനിക്ക് അത്ര സൂട്ടല്ലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ബോറടി കാരണം ഒരു ഡ്രാമ ട്രൂപ്പ് ഉണ്ടായിരുന്നു, അവരോട് ചേർന്നാണ്. അവരോടുകൂടെ നാടകം ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഒരു കൂടെ താമസിച്ചിരുന്ന ഒരു ഫ്രണ്ടിന്റെ ചേട്ടൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചിരുന്നു. ഇപ്പോൾ പുള്ളിയുടെ ആയിട്ട് സംസാരിച്ചിട്ടാണ് എനിക്ക് ആക്ച്വലി ഈ FTI എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് തന്നെ. അപ്പം അങ്ങനെ നോക്കി വിക്കിപീഡിയയിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഈ നമ്മുടെ എന്താ പറയുക മെയിൻ ആക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ, ഇപ്പം നസീറുദ്ദീൻ ഷാ അല്ലെങ്കിൽ രാജ്കുമാർ റാവു, ഇവരൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലർ NSDയിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പഠനം ഇതിനൊരു മാർഗമാണെന്ന് മനസ്സിലാക്കിയത് അവിടെ നിന്നാണ്. അങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കി ഒരു എന്താ പറയുക ഇതിലോട്ട് ഇറങ്ങാനൊരു ധൈര്യം കിട്ടാൻ വേണ്ടി ചെയ്ത് നോക്കിയതാണ്. ഇത് കിട്ടുകയാണെങ്കിൽ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭാഗ്യവശാൽ കിട്ടി, അങ്ങനെ തിരഞ്ഞെടുത്താണ്. ഈ അവിടുത്തെ ലൈക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ? അപ്പൊ അത് ഈ ബോളിവുഡിലോട്ടുണ്ടോ എൻട്രി? ബോളിവുഡിലോട്ട് എൻട്രി ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ വെബ് സീരീസ് ആണ് ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിന് ഒരു പ്രോമിനൻസ് ഉണ്ട്. അവര് കുറെ കാര്യങ്ങൾ അവർ ഡിസൈഡ് ചെയ്യുന്നു. ഏജൻസി വഴിയാണ്? ഏജൻസി അല്ല, കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ആണ്. അവർ കാസ്റ്റിംഗ് മാത്രമാണ് ചെയ്യുന്നത്, നമ്മളെ മാനേജ് ചെയ്യുക അങ്ങനെയൊന്നുമല്ല. അപ്പൊ അവര് ഓരോ നമ്മുടെ പ്രൊഫൈൽ കളക്ട് ചെയ്യും. പ്രത്യേകിച്ച് ഒരു ഫിലിം സ്കൂൾ അല്ലെങ്കിൽ NSDയിലൊക്കെ പഠിച്ച ആക്ടേഴ്സിന്റെ ഒരു പ്രൊഫൈലിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും അവര്. അത് നോക്കി ചിലപ്പോൾ വിളിക്കും. എസ്പെഷ്യലി തമിഴ് സ്പീക്കിംഗ് ആക്ടേഴ്സ് വേണമെങ്കിൽ നമ്മളെയൊക്കെ വിളിക്കും. അങ്ങനെ ഓഡിഷൻ ചെയ്തിട്ട് കിട്ടിയതാണ് അതൊക്കെ. എല്ലാം അവിടെ ചെയ്തെല്ലാം ഓഡിഷൻ ചെയ്തിട്ട് കിട്ടി. എനിക്ക് പ്രധാനമായിട്ട് ചോദിക്കേണ്ടത് 12th ഫെയിൽ ഒരു പ്രധാന ഒരു റോൾ ചെയ്തിട്ടുണ്ട്. അതും വിധു ചോപ്രയൊക്കെ അദ്ദേഹത്തിന്റെ സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ആ ഒരു ഫീൽ എന്തായിരുന്നു? ലൈക്ക് അദ്ദേഹത്തിന്റെ സിനിമയിൽ പെട്ടെന്ന് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ തന്നെയാണത്. കാരണം അത് പക്ഷെ അത് അറിയില്ലായിരുന്നു, അങ്ങനെ നോട്ടിസ്ഡ് ആവുമെന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. വിധു സാറിന്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളൊരു സാധനമായിരുന്നു അതിനകത്ത് മെയിൻ. പിന്നെ പുള്ളി ഈ പറഞ്ഞ പോലെ FTIയിൽ പഠിച്ച ഒരു സീനിയറാണ്, അവിടുത്തെ ഒരു ലെജൻഡാണ്. അപ്പൊ പുള്ളി എന്റെ ഓഡിഷൻ കണ്ടിട്ട് എന്തോ പറഞ്ഞത്രേ, ഇനി വേറെ കാണിക്കണ്ട, ഇവൻ മാത്രം മതി എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. അപ്പൊ അതെനിക്ക് ഭയങ്കര ബൂസ്റ്റ് ആയിരുന്നു. കുറച്ച് കോൺഫിഡൻസ് കൂടി. അങ്ങനെ കേൾക്കുമ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടറാണ് എന്നോട് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖമാണല്ലോ. അങ്ങനെ പുള്ളിനെ മീറ്റ് ചെയ്യാൻ പോയി, പുള്ളിയെ മീറ്റ് ചെയ്തു. അങ്ങനെ പുള്ളിയാണ് ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് എന്ന് പറഞ്ഞത്. അപ്പൊ പുള്ളിക്ക് ആ സീൻ, അത് ശരിക്കും പറഞ്ഞ ഒരു ചെറിയ ക്യാരക്ടറാണ്, പക്ഷെ ആ സീൻ പുള്ളിക്ക് അതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു പുള്ളിക്ക് പേഴ്സണലി. നമ്മൾ ഈ മറ്റേ പ്രൈമില് 12th ഫെയിലിന്റെ മേക്കിങ്ങിന്റെ ഒരു ഡോക്യുമെന്ററി ഒരു വീഡിയോ പോലെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ വിധു ചോപ്രയുടെ മേക്കിങ്ങും ഫുൾ ആ വീഡിയോ. അപ്പൊ നമുക്ക് മനസ്സിലാവും പുള്ളി എത്രത്തോളം ഒരു ചെറിയ സീനാണെങ്കിലും പുള്ളി ഒരുപാട്
ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന ഉവ്വ് ഒരു ഉവ്വ്. ആളാണ്. ഇപ്പൊ ഇതിന്റെ തന്നെ ഒരു 100-ന് മേലെ ഡ്രാഫ്റ്റ്സ് എഴുതിയിട്ടുണ്ടെന്ന് പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട് 12th ഫെയിലിന്റെ. 12th ഫെയിലിന്റെ. അപ്പൊ ഞാൻ എന്തോ ഒരു സംശയം ചോദിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ കാണിച്ചു തന്നായിരുന്നു, ഇത് ഇത്ര ആലോചിച്ച് എഴുതിയ ഒരു സാധനമാണ്, നീ സംശയിക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ പുള്ളിക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു ആ സീനിനെ പറ്റി. അപ്പൊ പുള്ളിയോട് ആരോ പറഞ്ഞായിരുന്നു ആ സീൻ എന്താ പറയാ സിനിമയുടെ ലെങ്ത് കൂടും, അത് അത്ര ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും പുള്ളി അത് വെച്ചതാണ്. മനോജിന് ലാസ്റ്റ് ഒരു ഇത് കൊടുക്കുന്ന ഒരു സാധനം. അത് ബ്രില്യൻ സീനാണ് ആക്ച്വലി. അപ്പൊ അത് പുള്ളിയുടെ ഒരു നിർബന്ധം കൊണ്ട് ചെയ്തതാണ്. എങ്ങനെയുണ്ടായിരുന്നു അവരോട് വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ്? ഈ ഹീറോ നമ്മുടെ വിക്രാന്ത് മാസി, വിക്രാന്ത് മാസി. നമുക്ക് ചില കോ ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു കംഫർട്ടും നമുക്ക് നമ്മുടെ ആക്ടിങ് തന്നെ കുറച്ചും കൂടി മെച്ചപ്പെടുന്ന ഒരു ഫീൽ കിട്ടും. അങ്ങനത്തെ ഒരാളാണ്. ഇപ്പൊ നമ്മളെ പുള്ളിക്ക് അറിയാം കോ ആക്ടറിനെ കംഫർട്ട് ആക്കണം, അല്ലെങ്കിൽ കോ ആക്ടറിന്റെ ഒരു പെർഫോമൻസ് പുള്ളിയുടെ പെർഫോമൻസിനെ സഹായിക്കുമെന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ് ഉള്ളതാണ്. അപ്പൊ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പുള്ളി ഒരുപാട് എന്താ പറയാ, നമ്മൾ കുറച്ചൊരു ടെൻസ്ഡ് ആവുന്ന സിറ്റുവേഷനിൽ പോലും പുള്ളി ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഈ റോക്കറ്ററിയിലോട്ടുള്ള ഒരു എൻട്രി ആ സിനിമയിലോട്ട് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? എനിക്ക് ഞാൻ കേട്ടതനുസരിച്ച് ബിജോ നമ്പ്യാർ സാറാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. അത് ഈ പറഞ്ഞ സോളോ. സോളോ പുള്ളിക്ക് എന്നെ അറിയായിരുന്നു. അപ്പൊ ഞാൻ പുള്ളീനെ പിന്നെ ബോംബെയിൽ വെച്ച് ഒരു സ്ക്രീനിങ്ങിന് എന്തോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഞാൻ തമിഴൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജീവിച്ചു പോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ കാസ്റ്റിംഗ് കോൾ വന്നപ്പോൾ 3 ലാംഗ്വേജ് പറയാൻ അറിയുന്ന ആക്ടേഴ്സിനാണ് നോക്കുന്നത്, ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ്. അപ്പൊ അങ്ങനെ പുള്ളി സജസ്റ്റ് ചെയ്താണെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ടായിരുന്നു, പുള്ളിയുടെ കൂടെ ഒരു ഓഡിഷൻ ചെയ്തായിരുന്നു. അതിനുശേഷം മാഡി സാറിനെ പോയി കണ്ടിട്ട് വീണ്ടും ഒരു ഓഡിഷൻ ചെയ്തായിരുന്നു. അതിനുശേഷമാണ് കാസ്റ്റ് ആയത്. എങ്ങനെയുണ്ടെന്ന് മാധവന്റെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പുള്ളി ഈ പറഞ്ഞ പോലെ എന്താ പറയാ, നമുക്ക് ഭയങ്കര ബഹുമാനമുള്ള ഒരാളാണ്. പുള്ളി അതേപോലെ തന്നെ നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ കംഫർട്ട് ആക്കി. ഇപ്പൊ പുള്ളിയുടെ ഒരു സീനുണ്ട്, പുള്ളിനെ സ്ലാപ്പ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അപ്പൊ ആ സ്ലാപ്പ് ചെയ്യുന്ന സീൻ മാധവനെ അടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എനിക്കത് അടി വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഷോട്ടിൽ പുള്ളി ഓപ്പോസിറ്റ് നിൽക്കുകയാണ്, പുള്ളി ഡയറക്ടറുമാണ്, പുള്ളി ആക്ടറുമാണ്. അപ്പൊ ഞാനിങ്ങനെ പതുക്കെ പതുക്കെ തലോടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളി ഇങ്ങനെ അടി അടി അടിക്ക് അടി എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അടിപ്പിച്ചാണ്. അപ്പൊ ഒരു പടയുന്ന ഒരു അടി പുള്ളിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ശരിക്കും അടിച്ചു. പുള്ളി എന്നെ ഇങ്ങനെ 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 എക്സൈറ്റ് ആക്കിയപ്പോ ഞാൻ ഇങ്ങനെ അടിച്ചു പോയി. അപ്പൊ അത് കഴിഞ്ഞപ്പോ ആ ഭാവം പിന്നെ എന്റെ മാറാണ്ട് പിടിക്കണമല്ലോ, അങ്ങനെ പിടിച്ച് അതിന് ഷോട്ട് കട്ട് ചെയ്തതിനു ശേഷം ഞാൻ അതിന് പറഞ്ഞു സോറി എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് അങ്ങനെ പുള്ളി അത് കുഴപ്പമില്ല, അതിന് വേണ്ടി അത് ചെയ്യണം എന്ന് തന്നെ ഇതുള്ള ഹേർട്ട് ചെയ്തൊരു പ്രശ്നം അങ്ങനെയൊന്നുമില്ല. ഹേർട്ട് ചെയ്യൂ, അത് കുഴപ്പമില്ല, എനിക്ക് ഐ ക്യാൻ ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഈ ലോകയിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ അതില് കല്യാണി ഒരു ഫീമെയിൽ സെൻട്രിക് മൂവിയാണ്. അപ്പോൾ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഒരുപാട് ഫീമെയിൽ സെൻട്രിക് സിനിമകൾ വന്നിട്ടുണ്ട്, പക്ഷെ ഒരുപാട് വരുന്നില്ല എന്നുള്ളൊരു ടോക്ക് ടൗണിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ബ്രേക്ക് ചെയ്താണ് ഇപ്പോൾ ഈ സിനിമ ഇറങ്ങി ഇപ്പൊ 300 കോടി കളക്ഷൻ നേടാൻ പോവുകയാണ് സിനിമ. ഫീമെയിൽ സെൻട്രിക് റോളാണ്. ഇതുപോലെ ബാക്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സാമിന്റെ ഒരു അഭിപ്രായം? എന്താണ് ഫീമെയിൽ സെൻട്രിക് ഒരു സിനിമകൾ ഇവിടെ വരുന്നില്ല? അങ്ങനെ ഇപ്പൊ റൈറ്റിംഗ് ഞാനും ചെയ്യാൻ നോക്കിയിട്ടുള്ള കാര്യമാണ്. അത് എത്ര ഡിഫിക്കൽട്ട് ആയിട്ടൊരു പ്രോസസ്സാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് ഫീമെയിൽ സെൻട്രിക്, ഇപ്പൊ നമുക്കൊരു കഥ ഉണ്ടാക്കുമ്പോൾ ഓരോരോ ഇതുകൾ ഇടാൻ പറ്റില്ലല്ലോ, ഓരോ പാരാമീറ്റേഴ്സ് ഇടാൻ പറ്റില്ലല്ലോ. നമുക്കൊരു കഥ വരിക, അത് ഡെവലപ്പ് ചെയ്യാന്നല്ലേ. അല്ലാതെ ഞാൻ ഫീമെയിൽ സെൻട്രിക് ഒരു കഥ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പം എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒരു അഭിപ്രായമില്ല. നല്ല കഥകൾ ഇതേമാതിരി വരുന്നുണ്ട്, ഫീമെയിൽ സെൻട്രിക് ആയ കഥകളും വരുന്നുണ്ട്. അതിന് എന്താ പറയുക, ഒരു കാലത്ത് അതിനൊരു പ്രോമിനൻസ് വരുമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഫീമെയിൽ റൈറ്റേഴ്സ് വരെയും അല്ലെങ്കിൽ ഫീമെയിൽ ഡയറക്ടേഴ്സ് വരെയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മൊത്തത്തിലൊരു മാറ്റത്തിന്റെ ഭാഗമായിട്ട് അത് വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കല്യാണിയുടെ നീലി എന്ന ക്യാരക്ടർ, കല്യാണി ലൈക്ക് അവരുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു കല്യാണിയുടെ കൂടെ ഉള്ളത്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കല്യാണി പുള്ളിക്കാരുടെ ഒന്നാമത്തെ ഞാൻ ആദ്യം കണ്ടത് ഫൈറ്റ് സീക്വൻസസ് ആണ്. അപ്പൊ അതൊക്കെ വളരെ ഈസി ആയിട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. അത് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ അതിനകത്തൊരു കഫേല് തല്ലിപ്പൊളിക്കുന്ന, അപ്പൊ അതിനകത്തൊരു സ്മൂത്ത്നെസ് നമുക്ക് കാണാൻ പറ്റും ആ ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ. പിന്നെ ഞാൻ ആക്ച്വലി സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് ഒരു അഡ്മിറേഷൻ ശരിക്കും തോന്നുന്നത്. കാരണം അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ കാണുമ്പോഴാണ് ആ പെർഫോമൻസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത് പ്രത്യേകിച്ചും ദുർഗ എന്ന് പറയുന്ന ആ കുട്ടി ചെയ്ത ആ ഒരു പെർഫോമൻസ്, അത് ആഡ് ഓൺ ചെയ്തത് നീലിയുടെ ക്യാരക്ടറിലോട്ടാണ്. അപ്പൊ ഞാൻ പിന്നെ കല്യാണിനെ കാണുമ്പോൾ എനിക്ക് ആ ഒരു ഇമോഷണൽ കണക്ഷനും കൂടി ആ ക്യാരക്ടറിനോട് തോന്നുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര അഡ്മിറേഷൻ തോന്നിയൊരു ക്യാരക്ടറായിരുന്നു. ഈ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിലോട്ട് വരുമ്പോൾ നസ്ലൻ, ചന്തു, അരുൺ, ഇവരെല്ലാവരും എനിക്ക് തോന്നുന്ന കഫേലോട്ട് വരുമ്പോൾ നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് സീൻസ് ഉണ്ട്. അപ്പൊ അവരുടെ കൂടെ ഒരു എക്സ്പീരിയൻസ് ഫൺ ഒരു പരിപാടിയായിരുന്നു. അതെ. ചന്തു, എസ്പെഷ്യലി ചന്തു സൈഡിലിരിക്കുമ്പോൾ നമുക്ക് സലീം കുമാർ ചേട്ടൻ സൈഡിലിരിക്കുന്ന പോലെ അതിപ്പോ സിനിമ കാണുമ്പോഴും നമുക്ക് എല്ലാവർക്കും തോന്നി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തോന്നും. അപ്പൊ അവര് ഭയങ്കര ഫണ്ണാണ്. കുര്യനായാലും ചന്തു ആയാലും നസ്ലൻ എനിക്ക് എന്റെ ഫേവറേറ്റ് ആയിട്ട് ഒരു ആക്ടറാണ്. ഇപ്പോൾ പുള്ളി
എൻ്റെ വീടിൻ്റെ അടുത്താണ് ആക്ച്വലി താമസിച്ചിരുന്നത്. ഓക്കെ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഈ 12th ഫെയിലിൽ അഭിനയിച്ച ആക്ടറല്ലേ എന്ന് വന്നിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ വീട് അവിടെ അടുത്താണ് പറയുമ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. ഫണ്ണായിരുന്നു അവരോടുള്ളത്. എല്ലാം ആ ക്രൂ മൊത്തം അങ്ങനെ തന്നെയായിരുന്നു. ഈ ട്രെയിലറിലും സിനിമയിലും ഇപ്പോൾ ഒരു സീൻ കാണിക്കുന്നുണ്ട്, ലൈക്ക് ഇപ്പോൾ സാം ബോയ്, ലൈക്ക് മീൻ ക്യാരക്ടർ ജോൺ പോയിട്ട് ഇന്നപോലെ ഈ നീലി എന്നുള്ള ഇവർക്ക് കീ കൊടുത്തിട്ട് കുറെ കീസ് ഉണ്ട് കയ്യിൽ. അത് കഴിഞ്ഞ് പിന്നെ താഴെ ഒരു ടണലിൽ പോയിട്ട് മറ്റേ ഈ നാച്ചിയപ്പയുടെ ബോഡി കൊണ്ട് ബറി ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട്. അവിടെ കുറെ ബോക്സസ് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറെ ഫാൻ തിയറീസും ഡീറ്റെയിലിംഗ് ഒക്കെ ഇപ്പൊ വരുന്നുണ്ട്. ഒരുപാട് പേരെ ചിലപ്പോ കൊന്നിട്ടതാവും. ഓരോ സിമ്പിൾസിനും ഓരോ അർത്ഥമുണ്ട്. അത് ആക്ച്വലി അങ്ങനെയാണോ? ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിനെ പറ്റി അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. ആ സമയത്ത് പറഞ്ഞു തന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നു. എനിക്ക് ആ സ്റ്റോറിയെ കുറിച്ച് ഫുൾ ഡെപ്തിൽ അറിയില്ല. ആ സിനിമ കണ്ടിട്ടുള്ള അറിവാണ് എനിക്കുള്ളത്. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഷുവറാണ്. അപ്പൊ അടുത്ത വരുന്ന ചാപ്റ്ററിൽ ഇനി എന്തായാലും ജോൺ എന്ന ക്യാരക്ടർ ഉണ്ടാവും അല്ലെ? അത് റൈറ്റേഴ്സിന്റെ മേലെ ഡിപ്പെൻഡന്റ് ആണ്, എനിക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇവരെല്ലാത്തിനും ഓരോ ലീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നിട്ടാണ് ഒരു ഗ്ലിംസ് കൊടുത്തിട്ട്. അപ്പൊ അടുത്തതിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് അവർ എഴുതി തീരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ വർക്കിംഗ് ഇപ്പൊ ശാന്തിയുടെ കൂടെ വർക്ക് ചെയ്യുന്നു പറഞ്ഞു. ശാന്തിയുടെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഒരു ഫീമെയിൽ കോറേറ്റർ ആണ്. അപ്പോൾ അവർ നടത്തുന്ന ഒരു ഇംപ്രവൈസേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ സെറ്റിലാണെങ്കിലും. ശാന്തി അങ്ങനെ ഡൊമിനിക് ആയിരുന്നു കൂടുതലും ഇൻസ്ട്രക്ഷൻ തന്നിരുന്നത്. ശാന്തിയും ഡൊമിനിക്കും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഇപ്പോൾ നിമിഷായാലും അങ്ങനെ തന്നെയായിരുന്നു. ശാന്തി ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ആളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ പുള്ളിക്കാരി ഡയറക്റ്റായിട്ട് അങ്ങനെ ഒരു സജഷൻ പറഞ്ഞതായിട്ട് ഓർമ്മയില്ല. കൂടുതലും ഡൊമിനിക്കിൻ്റെ ത്രൂ ആണ് വന്നിട്ടുള്ളത് എന്തായാലും. ഈ നിമിഷിന്റെ കൂടെ ഉള്ള എക്സ്പീരിയൻസ്, ലൈക്ക് അവർ നിങ്ങൾ ഒരുമിച്ച് നേരത്തെ വർക്ക് ചെയ്തിട്ട്? ഇല്ല വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ നിമിഷിന്റെ വർക്ക് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴാണ് ഇന്നാള് യൂട്യൂബിൽ നോക്കിയാണ് പുള്ളി സിനിമാറ്റോഗ്രഫി പഠിച്ചതെന്നൊക്കെ പറയുന്നത്. എല്ലാവരും ഈ പറഞ്ഞ പോലെ അതൊരു എനിക്കൊരു വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു സിനിമാറ്റോഗ്രാഫറുടെ അടുത്തൊക്കെ നിന്ന് നമ്മൾ. കാരണം അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, വേറെ ലെവലിലുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടാണ് പുള്ളിനെ കാണുക. അതൊരു എന്താ പറയുക, HOD എന്നാണ് പറയുക, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ സിനിമാറ്റോഗ്രഫിയുടെ, അല്ലെങ്കിൽ എന്താ പറയുക ആർട്ടിന്റെ, അങ്ങനെ വേറെ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ്സ് ആണ് ഇവരൊക്കെ. അപ്പൊ ആ ഒരു സ്റ്റേറ്റസിൽ ഇരുന്നിട്ടാണ് അവിടെ വർക്ക് നടക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടുള്ള സംഭവം. ഈ ദുൽഖറായിട്ട് ഒപ്പം സീൻസ് ഇല്ല അല്ലേ സിനിമ? ഇല്ല, ദുൽഖറിനെ ഞാൻ കണ്ടിട്ടില്ല. ലൈക് ഷൂട്ടിങ്ങിലും കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ സോളോയിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. ഈ ദുൽഖർ ഈ സിനിമ പുൾ ഓഫ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇവരെ ബാക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഇവർ പല ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത് ആക്ച്വലി എന്തോ ലൈക്ക് ദുൽഖർ ഈ സിനിമ അതേ ഇല്ലെങ്കിൽ ലോകയില്ല, ഇത്രയും വലിയൊരു പ്രോജക്റ്റ് മൗണ്ട് ചെയ്യാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്നൊക്കെ ഇവര് പറയുന്നുണ്ട്. അത് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ അവർ ഒരുമിച്ച് വന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഡൊമിനിക് തന്നെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, പുള്ളിയുടെ ഒരു ഇന്റർവ്യൂവിൽ പുള്ളി പറഞ്ഞത്, എനിക്ക് സിനിമയെ പറ്റി ഇത്ര കാര്യങ്ങൾ അറിയുള്ളൂ, ബാക്കിയെല്ലാം ഇവരൊക്കെ വന്നപ്പോൾ ആഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ഒരു പ്രൊഡ്യൂസർ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക, അതിനുള്ളൊരു ഗുണം ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ DQന് ആ ഒരു എന്താ പറയുക, പുള്ളിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, പുള്ളിക്ക് എന്താ പറയുക പാൻ ഇന്ത്യൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അത് വെച്ചിട്ട് പുള്ളിയുടെ ഒരു ജഡ്ജ്മെന്റിൽ പുള്ളി എടുത്തൊരു തീരുമാനമാണ്. അത് വളരെ നന്നായി തന്നെയാണ്. ലൈക്ക് പിന്നീട് ദുൽഖർ വിളിക്കുക അങ്ങനെ മെസ്സേജ് അയച്ചത് എൻ്റെ ഒരു സ്റ്റോറി ഷെയർ ചെയ്തിരുന്നു. ജോണിയുടെ ഒരു പോസ്റ്റർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നു, അത് പുള്ളി ഷെയർ ചെയ്തിരുന്നു, ക്യാരക്ടർ പോസ്റ്റർ. നല്ല സ്വീറ്റ് ആയിട്ടുള്ള മെസ്സേജ് അയച്ചിരുന്നു. ഇപ്പൊ ഞാൻ ബോളിവുഡിലേക്ക് വരുവാണെങ്കിൽ, ഇപ്പോൾ ഇവിടുത്തെ വർക്ക് കൾച്ചർ അല്ല അവിടെ, നേരത്തെ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് പരിപാടിയാണ് അവിടെ. അപ്പോൾ എന്താ ഡിഫറൻസ് എന്താണ് തോന്നുന്നത്? ലൈക്ക് ഇപ്പൊ നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയും ബോളിവുഡ് ഈ ലൈക്ക് ഒരു കോർപ്പറേറ്റ് ഫീൽ അല്ലാതെ ഇപ്പൊ ബഡ്ജറ്റിലുള്ള ഇഷ്യൂസ്, ലൈക്ക് ഇപ്പൊ മലയാളത്തിൽ ഇപ്പോൾ ഒരു എനിക്കൊന്ന് ലോകം 30 കോടി സംതിങ് ആ ബഡ്ജറ്റിലാണ് ഇത്രയും വലിയൊരു ലൈക്ക് ഇത്രയും കാണുമ്പോൾ തന്നെ നമുക്ക് വൗ ഫാക്ടർ കളിക്കുന്ന ഒരു മേക്കിങ്ങിലാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ബോളിവുഡിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് പൈസ ചെലവാക്കുന്നു, 100 കോടി 150 കോടി. അതിൽ ഒരുപാട് പകുതി പൈസയും ആർട്ടിസ്റ്റിന് വേണ്ടി ഇവര്, മെയിൻ ആയിട്ടുള്ള സ്റ്റാർസിന് വേണ്ടി ഇവര് കൊടുക്കുന്നു. അത് എങ്ങനെയാണ് ലൈക്ക് എന്ത് തോന്നുന്നത് അതിനെപ്പറ്റി? എനിക്ക് തോന്നുന്നു അതൊരു ഓരോ കാലഘട്ടത്തിൽ വരുന്ന ഒരു ഡൗൺഫോൾ ആയിരിക്കും, അത് തിരിച്ചു വരുമായിരിക്കും. ആ ഒരു കണ്ടന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു മലയാളവും ബോളിവുഡും തമ്മിൽ. ഇപ്പോൾ മലയാളത്തിൽ 30 കോടിക്ക് ഇത്രയും നല്ല പടം എടുക്കാമെങ്കിൽ ബോളിവുഡിന് ആക്ച്വലി അത്രയും കോടിക്ക് എത്ര നല്ല പടം എടുക്കും. പക്ഷെ അത് അവർ ആ ഒരു ഫോക്കസ് ആ ഒരു കണ്ടന്റിലോട്ട് മാറുന്ന ഒരു കാലം വരുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ബോളിവുഡ് തീർച്ചയായിട്ടും തിരിച്ചു വരും എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ ശരിയാണ് ഈ പറഞ്ഞ പോലെ. വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസിൽ ഞാൻ ചോദിക്കുന്നതാണ്. അങ്ങനെ കമ്മിറ്റ്മെന്റിന് കുറവൊന്നുമില്ല, പിന്നെ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആണ്. നമുക്കിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് അവിടെ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാവുന്ന ഒരു എൻവയൺമെന്റ് ആണ്.
പിന്നെ ഈ പറഞ്ഞ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അത് കണ്ടന്റ് ക്ഷാമം ആയിരിക്കണം, അല്ലാതെ എനിക്ക് അതിനെപ്പറ്റി ഈ അനുരാഗ് കശ്യപ് ഒക്കെ പറയുന്നുണ്ട് ഈ ഒരു ലോകം ഇപ്പൊ അങ്ങോട്ട് റീമേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവര് ഒരു തരത്തിലുള്ള നല്ല രീതിയിൽ അവര് റീമേക്ക് ചെയ്യില്ല. ഇപ്പൊ തന്നെ 10 കോപ്പികൾ ആലോചിച്ച് തുടങ്ങി ബോളിവുഡിൽ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ലോക ഇനി റീമേക്ക് ചെയ്താൽ ആരെങ്കിലും കാണുമെന്ന് എനിക്ക് അറിയുന്നില്ല. കാരണം ഒരുമാതിരിപ്പെട്ട വൈഡ് എല്ലാവരും ഓഡിയൻസിലേക്ക് സിനിമ ചെന്ന് പെട്ടിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് മലയാളം സിനിമയ്ക്ക് ഒരു ഓഡിയൻസ് ഉണ്ട് അവിടെയൊക്കെ. ഇപ്പൊ ഹൃദയപൂർവ്വത്തിൽ അതിൽ പറയുന്ന പോലെ ഫഫ എന്ന് പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, പുള്ളി ഒരു ഡയറക്ടറാണ്, പുള്ളി ഭയങ്കര ഫഹദ് ഫാസിൽ fan. അപ്പോൾ ആ ക്യാരക്ടർ ആ ട്രെയിലറിൽ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അവരെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ ആ ഒരു ഓഡിയൻസ് അവിടെ ഉണ്ട്. റീമേക്കിന്റെ കാര്യം എന്താണെന്ന് അറിയില്ല. പക്ഷെ കുറച്ച് നല്ല പടങ്ങൾ ചെറിയ കണ്ടന്റിലായാലും എന്താ പറയുക ബോളിവുഡിലും വരുന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് അത്ര വേണ്ട ശ്രദ്ധ പിടിച്ചു പറ്റുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞൊരു സ്റ്റാർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെമ്യൂണറേഷനൊക്കെ ഭയങ്കര കൂടുതലാണ്. പിന്നെ അവിടുത്തെ ഒരു ഓഡിയൻസിനും അങ്ങനത്തെ സംഭവങ്ങൾ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഓഡിയൻസ് ആണ് ഇപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവർക്കൊരു എന്താ പറയുക ഒരു അനാലിസിസ് വിങ്ങും ഒരു റിസർച്ച് വിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു മാർക്കറ്റിംഗ് ടീമുണ്ട്. ഇവരൊക്കെ റിസർച്ച് ചെയ്ത് പറയുന്ന ഒരു ഇൻപുട്ട് വെച്ചിട്ടാണല്ലോ ഇവർ സിനിമ എടുക്കുന്നത്. അതല്ലാതെ ഒരു എന്താ പറയുക ഒരു റൈറ്റർ ഒരു ഡയറക്ടറിനെ വിശ്വസിച്ച് ഒരു സിനിമ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി മാറ്റം വരുമെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നു. റെമ്യൂണറേഷന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും മലയാളത്തിൽ അത്രയും താരങ്ങൾ അത്രയും വലിയ പൈസക്ക് നമുക്ക് എന്തായാലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ബോളിവുഡിൽ അത്ര ഇൻവെസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാവും അല്ലേ? ബോളിവുഡിന് അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു കഴിവ് ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഓഡിയൻസ് കണ്ടന്റ് നോക്കി തുടങ്ങി. അപ്പോൾ അത് ഫെയിലിയർ ആവുന്നു എന്നുള്ളത് അവർ തിരിച്ചറിയായിരിക്കും. ബോളിവുഡിൽ ഇപ്പൊ ഇനി കൂടുതൽ എന്തെങ്കിലും പ്രോജക്റ്റുകൾ വരുന്നുണ്ട് അടുത്ത്? ബോളിവുഡ് എന്ന് പറഞ്ഞാൽ വെബ് സീരീസ് ആണ് കണ്ടത്. പിന്നെ ഒരു സിനിമയുടെ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അത് കോൺട്രാക്ട് ഒക്കെ എഴുതി എല്ലാം ലോക്കായാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഒരു വെബ് സീരീസ് ഞാൻ ചെയ്തതിന്റെ ഒരു സീസൺ 3 ഉണ്ട്. പിന്നെ വേറൊരു പുതിയൊരു വെബ് സീരീസ്. വേറെ ഈ മലയാളത്തിൽ എന്തെങ്കിലും പ്രോജക്റ്റുകൾ വരുന്നുണ്ടോ? അതോ മലയാളത്തിൽ ഒരു പ്രോജക്റ്റ് ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. അതും എന്താണെന്നറിയില്ല, ലോക്കാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ഇനി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇപ്പൊ മലയാളിയാണെന്ന് മലയാളികൾക്ക് മനസ്സിലായി, മലയാളിയാണെന്ന് മനസ്സിലായി. എന്റെ അടുത്ത് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അദ്ദേഹം ബോളിവുഡ് നടന ഡൗട്ട് അല്ല, അവർക്ക് ഉറപ്പായിരുന്നു ഹിന്ദിക്കാരനാണ്, അങ്ങനെയായിരുന്നു. അപ്പോ എനിക്ക് തോന്നുന്നു തലവരയില് ഞാൻ പ്രൊഫൈൽ അയച്ചപ്പോഴും അവർക്കും ഈ പറഞ്ഞ പോലെ ഇയാൾ മലയാളിയാണോ എന്നുള്ളൊരു സാധനമായിരുന്നു. കാരണം ഹിന്ദി നടനാണെന്നുള്ള രീതിയിൽ തന്നെയാണ് അവർക്കും തോന്നിയതെന്ന് തോന്നുന്നു. അഖിലും എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്. ഇത് ഡയറക്റ്റ് സിനിമയിലേക്ക് വിളിച്ചു തലവരയിലേക്ക്. അതെ, അതിന്റെ ഒരു പ്രൊഫൈൽ അയച്ചിരുന്നു. അതിന്റെ ADs ഋഷി എന്ന് പറഞ്ഞ AD ആണ്, അവൻ അതൊക്കെ നോക്കിയിരുന്നു. അത് അഖിലിന് കൊടുത്തു. അഖിലിന് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് 12th ഫെയിൽ. അപ്പൊ പുള്ളിക്ക് ഈ ക്യാരക്ടർ 12th ഫെയിൽ ചെയ്ത ആള് ചെയ്താൽ അടിപൊളിയായിരിക്കും എന്നുള്ള പുള്ളിക്ക് തോന്നിയിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഡയറക്റ്റ് പുള്ളി വിളിക്കുന്നത്. തലവരയിൽ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് അർജുൻ അശോകനോട് വർക്ക് ചെയ്തു. ഞാൻ അർജുനോട് പറഞ്ഞ ഇപ്പൊ തലവര ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് കണ്ടത്. ആക്ച്വലി ബോംബെയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ലോകയ്ക്ക് ഒരാഴ്ച മുമ്പാണ് തലവര റിലീസ് 22-ാം തീയതി മറ്റാണ് ഇറങ്ങിയത്. പക്ഷെ ബോംബെയിൽ ഇറങ്ങില്ല. ഞാൻ ലോക ബോംബെയിലാണ് കണ്ടത്. ഞാൻ ഇറങ്ങിയെന്ന് തന്നെ കണ്ടു. അപ്പൊ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര അത് തന്നെയായിരിക്കും മൈൻഡിൽ. അപ്പൊ ഞാൻ ലോക ഇങ്ങനെ എന്റെ പ്രൊഫൈലിലൊക്കെ ലോകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാണ് ഞാൻ തലവര കാണുന്നത്. അപ്പൊ തലവര കണ്ടപ്പോഴാണ് എത്ര ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അത് അർഹിച്ച ഒരു വിജയ സിനിമയ്ക്ക് ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞ ഒരുപാട് പോസ്റ്റുകൾ ഇപ്പൊ വന്നിരുന്നു. ലൈക്ക് റീസെന്റ് ആയിട്ട് മമത ഈ സിനിമ ലോകയുടെ ഇടയിൽ ഇതിനെ പെട്ടുപോയി എന്നൊക്കെ പറഞ്ഞൊരു ടൈമിങ്. അത് അർജുന എന്നോട് പറഞ്ഞൊരു കാര്യം വെച്ചാൽ പുള്ളിക്ക് ചെറിയൊരു വിഷമം, ആ ഒരു ടൈമിങ് കുറച്ചൊരു പ്രശ്നമായി പോയി. അല്ലെങ്കിൽ ഇതിൽ കൂടുതലൊരു ആക്സെപ്റ്റൻസ് കിട്ടേണ്ട സിനിമയായിരുന്നു. കാരണം നല്ല രീതിയിൽ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ്. പ്രത്യേകിച്ചും അർജുൻ്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ആണ്. ഈ വർഷം കണ്ടതിൽ വെച്ച് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിന്റെ പ്രൊഡക്ഷൻ എനിക്ക് മഹേഷേട്ടനെ ഞാൻ അതിനുശേഷം 2 പ്രാവശ്യം എയർപോർട്ടിലാണ് കണ്ടപ്പോൾ. ലാസ്റ്റ് പ്രാവശ്യം കണ്ടപ്പോൾ പുള്ളി ചോദിച്ചത് ഇങ്ങനെ അഖിലിന്റെ പടം ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു. ഈ ടേക്ക് ഓഫിലേക്ക് എത്തുന്ന ലൈക്ക് മഹേഷ് നാരായണനായിട്ട് എങ്ങനെയാണ് അവരെ? എൻ്റെ ഒരു സീനിയർ ഉണ്ട്, ഫിലിം സ്കൂളിൽ പഠിച്ച സിനിമാറ്റോഗ്രാഫറാണ് അൻസാർ ഷാ. പുള്ളി പറഞ്ഞിട്ടാണ് മഹേഷേട്ടൻ്റെ അടുത്ത് പോകുന്നത്. മഹേഷേട്ടൻ ഒരു ഓഡിഷൻ ചെയ്യിപ്പിച്ചായിരുന്നു. ഇത് ടേക്ക് ഓഫിനൊക്കെ കുറേ മുമ്പാണ്. മഹേഷേട്ടൻ ഇവിടെ തൃക്കാക്കര താമസിക്കാൻ സമയത്ത്. അപ്പോൾ അവിടെ ഒന്ന് ഓഡിഷൻ ചെയ്തായിരുന്നു. ഓഡിഷൻ കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു വിളിക്കാടാന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അതിനുശേഷം ഞാൻ ഒരു പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചു, എന്തായാലും ചോദിച്ചു. ഞാൻ പറയാടാന്ന് പറഞ്ഞു. പിന്നെ കുറേ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്, ഒരു ക്യാരക്ടർ ഉണ്ട്, നീ ഒന്ന് ചെയ്താൽ നന്നായിരിക്കുന്നു. അങ്ങനെയാണ് പോയി കാണുന്നതും. പിന്നെ ഹൈദരാബാദായിരുന്നു എൻ്റെ ഷൂട്ട്. ഓക്കെ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ? കാരണം ഇത്രയും വലിയൊരു സിനിമയാണെന്ന് അറിയായിരുന്നു? ഇല്ല, എക്സ്പീരിയൻസ് എനിക്ക് ഒന്നാമത്തെ ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഫിലിമായിരുന്നു. മലയാളം സിനിമ ആഗ്രഹിച്ചിട്ട് ആദ്യമായിട്ട് മലയാള സിനിമയിലെ സെറ്റിൽ പോയി നിൽക്കുന്ന ഒരു ഫീലിംഗ് കുറച്ചൊരു ഇൻറ്റിമിഡേറ്റിംഗ് ആയിരുന്നു. കുറച്ചൊരു പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത്. പിന്നെ ഫഹദ്ക്കായിരുന്നു
എൻ്റെ ആദ്യത്തെ ഷോട്ടിൽ എൻ്റെ ഓപ്പോസിറ്റ് നിന്നിരുന്നു. ഷോട്ടിലില്ല, എന്നാലും ഓപ്പോസിറ്റ് നിന്നിരുന്ന പുള്ളിയായിരുന്നു. അപ്പം അങ്ങനെ ഒരു 2 കാര്യങ്ങൾ മറക്കാൻ പറ്റില്ല. ഈ കുഞ്ചാക്കോവനുള്ള എക്സ്പീരിയൻസ് നിങ്ങളായിട്ടുള്ളൊരു സീൻ ഞാനുണ്ട് ചാക്കോച്ചൻ്റെ കൂടെയാണ് കൂടുതലും. നേഴ്സായിട്ട് തന്നെ നേഴ്സായിട്ട് തന്നെയാണ്. ഒരു സോങ് സീക്വൻസിലുണ്ട്, പിന്നെ ഒരു അങ്ങോട്ട് പോകുന്ന കാണിക്കുന്ന ഒരു സീക്വൻസിലൊക്കെ ഉണ്ട്, പോകുന്നതും വരുന്നതൊക്കെ കാണിക്കുന്ന ഒരു സീക്വൻസ്. ഈ പാർവതി ഇവരായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവര് അവർക്കൊരു ഇങ്ങനെ അറിയായിരുന്നു തോന്നുന്നു, ഈ ഫിലിം സ്കൂളിൽ പഠിച്ച ആക്ടറാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചായിരുന്നു ആ സമയത്ത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് അങ്ങോട്ട് പോയിട്ട് അങ്ങനെ അധികം സംസാരിക്കാനൊക്കെ ഒരു പേടിയായിരുന്നു. എങ്ങനെയാണ് ഒരു സ്റ്റാറിന്റെ അടുത്ത് ഡീൽ ചെയ്യേണ്ടതെന്ന് അന്ന് അറിയില്ലായിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പ്രൊഫഷണൽ. ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ പഠിച്ചിറങ്ങിയ ഒരാൾക്ക് ഒരു പ്രത്യേക പരിഗണന കിട്ടും അങ്ങനെ എന്തെങ്കിലും ഒരു? ഇവിടെ അങ്ങനെ തോന്നിയിട്ടില്ല, ബോംബെയിൽ കിട്ടും. ബോംബെയിലുണ്ട്. അവിടെ ഫിലിം സ്കൂളിൽ പഠിച്ച ഒരു ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു വേറെ കാറ്റഗറി ഉണ്ട്. ഫിലിം സ്കൂൾ, FTI, NSD അല്ലെങ്കിൽ ഡ്രാമ സ്കൂൾ മുംബൈ, ഇവർക്കൊക്കെ ഒരു അതെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പ് ചെന്നിട്ടുള്ള ആൾക്കാർ ചെയ്തതിൻ്റെ ഒരു ഫലമാണ് നമുക്ക് കിട്ടുന്നത്. അവരൊരു റെപ്യൂട്ടേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു റെപ്യൂട്ടേഷൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടും. പക്ഷെ അത് കീപ്പപ്പ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു റെസ്പോൺസ്. പക്ഷെ നമ്മുടെ നമ്മുടെ നാട്ടിലെ ഒരു ഇതിലൊക്കെ വരുമ്പോഴത്തേക്ക് അതൊരു ഫാക്ടറായിട്ട് ഇരിക്കില്ലായിരുന്നു. അങ്ങനെയല്ലേ? കാരണം മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല ആക്ടേഴ്സ് ഇവരെല്ലാവരും എല്ലാവരും ഭയങ്കര ആക്ടേഴ്സാണ്, കുട്ടികളും എല്ലാവരും. അപ്പൊ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഫിലിം സ്കൂളിൽ ഇപ്പൊ അഭിനയ പഠനം എന്തിനാണ് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ വഴി എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിനൊരു സ്പെഷ്യാലിറ്റി എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്നില്ല. അല്ല, ആസ് ആൻ ആക്ടർ ഇപ്പോൾ ഈ അഭിനയം ഈ ഫിലിം സ്കൂളിൽ പോയി പഠിക്കുന്നത് ഒരു നല്ല ഐ മീൻ എത്രത്തോളം അത് സഹായകരമാകുന്നത്? ഞാൻ പറഞ്ഞത് ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരാൾക്ക് ഫിലിം സെറ്റിൽ പോയിട്ട് ആദ്യം ഒരു റോള് കിട്ടി, അല്ലെങ്കിൽ ഡയറക്ടേഴ്സൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്തിട്ട് ആ ഒരു എൻവയൺമെന്റിൽ തന്നെ ഗ്രോ ചെയ്യാൻ പറ്റുമെങ്കിൽ, പഠിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും സ്പീഡായിട്ടുള്ളൊരു മാർഗം എന്ന് എനിക്ക് തോന്നുന്നു. ഫിലിം സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ചും പൂനെയിലൊക്കെ പോയി പഠിക്കുമ്പോൾ, നിങ്ങൾ ഇപ്പോൾ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹത്തിൽ നിന്ന് വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ പോയത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അവിടെ പോയി എൻ്റെ പോയത്. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഇത് രണ്ട് വഴിയാണ്. ചിലവർക്ക് ഈ പറഞ്ഞ ഭയങ്കര സോഷ്യലൈസിങ്, ഭയങ്കര ചാമിങ് ആയിട്ട് ആൾക്കാരോട് ബിഹേവ് ചെയ്യുക, അതൊക്കെ പറ്റില്ലായിരിക്കും. എൻ്റെ ഒരു പേഴ്സണാലിറ്റിയിൽ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല വഴി അത് തന്നെയായിരുന്നു. അല്ലാതെ ഞാൻ സിനിമയിൽ കയറാൻ നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ എവിടെ എത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വന്ന് പഠിക്കുന്ന ഒരു സ്ഥലമാണ് ഫിലിം സ്കൂൾ. പക്ഷേ സീറ്റ് ഇത്രയേ ഉള്ളൂ, 12 സീറ്റേ ഉള്ളൂ. എന്നിരുന്നാലും അവിടെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു കോൺഫിഡൻസ് കിട്ടും. നമ്മൾ വെറുതെ പോയിട്ട് ഒരാളോട് ചാൻസ് ചോദിക്കല്ല, ഈ പണി അറിയാം, അപ്പോൾ എനിക്കൊരു ചാൻസ് തന്നാൽ ഞാൻ അതിനനുസരിച്ച് പണിയെടുത്തോളാം എന്ന് പറയാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ അവിടെ പഠിച്ചതൊരു ഗുണമായിട്ട് എനിക്ക് തീർച്ചയായിട്ടും പേഴ്സണലി വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. ഈ കുറെ ആക്ടേഴ്സ് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് പഠിക്കാനൊക്കെ, അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയാനുള്ള ഒരു ഉപദേശം പോലെ എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ പോലെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു സെയിം സാഹചര്യം, പിന്നെ ഒരു പ്രിവിലേജ്, ഒരു മിഡിൽ ക്ലാസ് പ്രിവിലേജ് ഉള്ള, ഇപ്പം എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ പഠിക്കാൻ പോകുമ്പോൾ 2 വർഷത്തോളം നമുക്ക് ഇൻകം ഒന്നുമില്ല. അപ്പോൾ ആ ഒരു എന്താ പറയുക, നമുക്ക് വീട്ടിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാത്തൊരാൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പ്രിവിലേജും അതിന് മാറ്റർ ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ഒരു അംബ്രല്ല ഇതിൽ പറയാൻ പറ്റില്ലല്ലോ എനിക്ക്, എല്ലാവരും ഇത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പലർക്കും പല സാഹചര്യങ്ങളാണ്. അപ്പം എനിക്ക് ഭാഗ്യവശാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 വർഷം അവിടെ പോയാലും വീട്ടിൽ കാശ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. ഈ ആഗ്രഹം അല്ലെങ്കിൽ ഫിലിം സ്കൂളിലോട്ടുള്ളൊരു ജേണി എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞത്, ഞാൻ അവിടെ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിൽ കയറണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഫേസ്ബുക്കാണ്. ഇൻസ്റ്റാഗ്രാം അത്ര പ്രൊമിനൻ്റ് അല്ല. ഫേസ്ബുക്കിലെ ഡയറക്ടേഴ്സിന് മെസ്സേജ് അയച്ചത്. എനിക്ക് ആദ്യമായിട്ട് റിപ്ലൈ തന്നത് അൽഫോൻസ് പുത്രനാണ്. പുള്ളി ഇങ്ങനെ കുറച്ച് ഒരു അഡ്വൈസ് പോലെയും കുറച്ചൊരു എന്താ പറയുക മോട്ടിവേറ്റിംഗ് പോലെയൊക്കെ ഒരു റിപ്ലൈ തന്നായിരുന്നു. അതിനുശേഷമാണ് ഈ കൂട്ടുകാരൻ്റെ ചേട്ടനെ പരിചയപ്പെടുകയും ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയും. ഇങ്ങനെ ഒരു ഫിലിം സ്കൂളിന് ഒരു എക്സാം ഉണ്ട്, അതൊരു എന്താ പറയുക ഒരു ടെസ്റ്റ് ഞാൻ എന്നെ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന പോലെ എഴുതിയ ഒരു എക്സാമാണ്. കാരണം ഇത്രയും ഡിഫിക്കൽട്ടാണ്, കിട്ടില്ല എന്നുള്ള വിചാരിച്ചിട്ട് തന്നെയാണ് എഴുതിയത്. പക്ഷെ പ്രിപ്പയർ ചെയ്തിട്ട് ആ ടെസ്റ്റിൽ നല്ല മാർക്ക് കിട്ടി. അങ്ങനെ അവിടെ ഇൻ്റർവ്യൂ അല്ല, ഓറിയൻറ്റേഷന് വിളിച്ചു. ഓറിയൻറ്റേഷന് വിളിച്ചിട്ട് അവിടെ വന്ന ആൾക്കാരെ കണ്ടപ്പോൾ പക്ഷേ ഞാൻ വിചാരിച്ചു നമുക്ക് ഒരിക്കലും കിട്ടില്ല. ഒരു 10-36 പേര് വരും. അതിനകത്ത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള, അത് തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള, പ്രത്യേകിച്ചും ഡൽഹിയിൽ മണ്ഡി ഹൗസിലൊക്കെ തിയേറ്റർ ചെയ്തിട്ടുള്ള അങ്ങനത്തെ വലിയ എക്സ്പീരിയൻസ് ഉള്ള പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്കൊരിക്കലും കിട്ടില്ല, ഇവിടെ എന്താണ് ഒന്നും അറിയില്ല, സിനിമയെക്കുറിച്ച് പോലും അറിയില്ല. ഋതിക് ഘട്ടക് എന്നൊക്കെ പറയുന്ന ഫിലിം മേക്കറൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് പഥേർ പാഞ്ചാലി അറിയാം, കാരണം അത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, അത്രേ അറിയുള്ളായിരുന്നു. ഒരു എന്താ പറയുക ഇന്ത്യൻ പാരലൽ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ.
അപ്പോൾ അങ്ങനെ ഭയങ്കര ഇൻഡിപെൻഡേറ്റഡ് ആയി. പക്ഷേ അന്ന് അവിടുത്തെ പ്രൊഫസറായിരുന്ന ഒരു പുഷ്പേന്ദ്ര സാറുണ്ട്. പുള്ളിയുടെ ഒരു മാനദണ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മേഖലയിൽ നിന്നും അല്ല എല്ലാ സാഹചര്യത്തിൽ നിന്നുള്ള ആൾക്കാരെ മിക്സ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. അല്ലാതെ എല്ലാ തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. കുറച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ, പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ, അങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം എന്ന് പുള്ളിക്ക് ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു. അതിൽ പെട്ട് നമുക്ക് കിട്ടിയതാണ്. അപ്പൊ പിന്നെ അവിടെ നിന്നായിരുന്നു ആവശ്യമാണ്. അതൊരു ബ്ലെസ്സിംഗ് പോലെ അതെ കിട്ടിയതല്ലേ? അതെ. കാരണം അത് ഇപ്പൊ ഞാൻ 3-4 പ്രാവശ്യമൊക്കെ അവിടെ വന്ന് എഴുതുന്ന അതെ ആൾക്കാരാണ്. അതെ, ഇതിനു വേണ്ടി ഒരുപാട് ട്രൈ ചെയ്യുന്നവരുണ്ട്. ആ. എന്റെ ഫ്രണ്ട്സും ഉണ്ട്. പ്രത്യേകിച്ച് NSDയിലൊക്കെ ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ പറയുന്നത് എനിക്ക് NSD എത്ര അറ്റംപ്റ്റ് കിട്ടാണ്ടായപ്പോൾ ഞാനൊരു സൂയിസൈഡൽ ഇതിലെത്തി എന്നുള്ള രീതിയിലാണ്. അപ്പൊ അത്രയും അതിനായിട്ട് എന്താ പറയാ അത്ര ആഗ്രഹിച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ പാഷനേറ്റ് ആയിട്ടുള്ള നമ്മൾ അങ്ങനെയൊന്നും പോയതല്ല. ആൾക്കാരല്ല. നമ്മളിതൊരു ടെസ്റ്റിന് വേണ്ടി പോയതാണ്. എന്നിട്ട് അത് കിട്ടുന്നത് തീർച്ചയായിട്ടും ഭയങ്കര ഒരു ഭാഗ്യമാണ്. അപ്പോൾ അവിടെ പക്ഷെ ഞാൻ അവിടെ വെച്ചാണ് ആ ഒരു ഡിസിഷൻ ഞാൻ അവിടെ വെച്ചാണ് എടുക്കുന്നത്. എന്നാൽ ഇതിലോട്ട് പോകാനുള്ളൊരു വഴിയാണ് ഈ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ ഡിസിഷൻ എടുത്തത് അവിടെ നിന്നാണ്. ഈ ലോകയിലെ ഒരു പ്രധാന കഥാപാത്രം ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ മൂത്തോൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. ഇപ്പൊ മമ്മൂട്ടിയാണെന്ന് അവർ ബർത്ത്ഡേക്ക് അവർ ജസ്റ്റ് ഒന്ന് റിവീൽ ചെയ്തിട്ടുണ്ട്. എന്ത് മമ്മൂട്ടിയാണ് അങ്ങനെ അറിയായിരുന്നോ മൂത്തോൺ എന്നുള്ള ക്യാരക്ടർ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇതുകൾ വീണ് കിട്ടും നമ്മൾ സെറ്റിൽ നിൽക്കുമ്പോൾ. അപ്പൊ ഇങ്ങനെ നമുക്ക് വരും അങ്ങനെ ഒരു ഇത് കേട്ടായിരുന്നു. പക്ഷെ അത് ആരായിട്ട് വരും എന്തായിട്ട് വരും നിങ്ങൾ സെറ്റിൽ വന്നിരുന്നു കണ്ടിരുന്നു? അല്ല, ഈ സിനിമയുടെ ഒരു യൂണിവേഴ്സിൽ വരും വരും എന്ന് ഞാൻ എവിടെന്നോ വീണ് കിട്ടിയായിരുന്നു എനിക്ക്. പക്ഷെ ഇന്ന ആളാണ് അതിന്ന രീതിയിലാണ് പ്രസന്റ് ചെയ്യാൻ പോണെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ നമുക്ക് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം കിട്ടിയായിരുന്നു. ഈ സാൻഡി മാസ്റ്ററായിട്ട് എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഇല്ലായിരുന്നു. ഇല്ല, ഞാന് പുള്ളി ആരാന്ന് എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പൊ ഞാൻ പുള്ളിയുടെ പെർഫോമൻസ് കണ്ടിട്ട് ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ കല്യാണിയായിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ പുള്ളിയാണ് മെയിൻ വില്ലൻ എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പൊ പുള്ളിയുടെ ഇൻട്രോ തൊട്ട് എനിക്ക് പുള്ളിയുടെ ക്യാരക്ടർ പുള്ളി കീപ്പ് ചെയ്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പൊ ഈ ലോകം ഇന്ത്യ ഫുള്ള് എനിക്ക് തോന്നുന്ന അക്സെപ്റ്റൻസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നോർത്തിലും എനിക്ക് തോന്നുന്നല്ലേ അവിടെയും നല്ല രീതിയിൽ സിനിമ ഓടുന്നുണ്ട്. അപ്പം ഇനി നല്ല റോളുകൾ ഇനി ഒരുപാട് ലഭിക്കട്ടെ. ഇനി നല്ല പ്രോജക്റ്റുകൾ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.